ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന വീഡിയോ ടി വിയിലിട്ട് പ്ലേ ചെയ്തിരിക്കുവാണ് നമ്മുടെ രവീന്ദ്രൻ. ആ വീഡിയോ കണ്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. കാരണം സച്ചി പറയുന്നുണ്ട് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് എല്ലാവരും കൂടി ആ വീഡിയോ കാണുവാണേ. ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് സച്ചി അതിൽ കുടിച്ചിട്ടില്ല, പകരം ബാക്കിയുള്ളവർക്ക് ഒഴിച്ചു കൊടുത്ത് സച്ചി അങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു എന്ന് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് പിന്നെയും സംസാരിക്കുവാണ്. നെറ്റിലൊരു വീഡിയോ വന്നാൽ അതങ്ങനെ തന്നെ എല്ലാവരും അപ്പോൾ തന്നെ വിശ്വസിക്കും. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ആരും തിരയാറ് പോലുമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ തെളിവുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഒരുപാട് നിരപരാധികൾ ഇങ്ങനത്തെ ഓരോ ഫേക്ക് വീഡിയോസ് ഇടുമ്പോൾ അതിനിരയാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നവരൊക്കെ ബാക്കിയുള്ളവരുടെ അവസ്ഥ കൂടി അവരെന്തൊരു മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നൊക്കെ ചിന്തിക്കുക. ഇങ്ങനെ വീഡിയോസ് ഇട്ട് ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക എന്നൊക്കെ സച്ചി ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുവാണ്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, അച്ഛാ അപ്പോൾ സച്ചിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അന്ന് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ സത്യമായിരുന്നല്ലേ എന്നൊക്കെ വർഷ ചോദിക്കുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ആ മോളെ സച്ചി അത്രയും പറഞ്ഞു, എന്നിട്ട് ഞങ്ങൾ ആരും അവനെ വിശ്വസിച്ചിട്ടില്ല. സച്ചി ഇന്നേ വരെ എന്നോടൊരു കള്ളം പോലും പറഞ്ഞിട്ടില്ല, എന്നിട്ട് ഞാൻ പോലും അവനത് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. എനിക്കതിലിപ്പോൾ നല്ല കുറ്റബോധമുണ്ട് മോളെ. അപ്പോൾ തന്നെ സുധി പറയുന്നുണ്ട്, അച്ഛാ ഇത് വിശ്വസിക്കാൻ വരട്ടെ, ചിലപ്പോൾ ഇത് സച്ചിയും അവരുടെ ഫ്രണ്ട്സും കൂടി ചേർന്ന് ഒപ്പിച്ച് എന്തെങ്കിലും കള്ള വീഡിയോ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ആടാ അല്ലാണ്ട് ഇത് തെറ്റായിട്ടുള്ള വീഡിയോ തന്നെ, ഇതൊരു ഫേക്ക് വീഡിയോ, അത് കണ്ടാൽ തന്നെ അറിയില്ല എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ തന്നെ രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട്, അമ്മയും മോനും എങ്ങനെ അത് പറയുന്നു, ഒരേപോലെ പറയുന്നു എന്ന് നോക്കിക്കേ. അവൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് വിശ്വസിച്ചു, പക്ഷേ ഇപ്പോൾ അവൻ തെളിവോടെ വന്ന് പറയുന്നു ഞാൻ അന്ന് മദ്യപിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഒരാളെ കുറ്റത്തോടെ ഒരാൾ തെറ്റുകാരനാക്കി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ട് എല്ലാവർക്കും തോന്നത്തുള്ളൂ. നിങ്ങൾ എന്നെങ്കിലും അവനെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് രവീന്ദ്രൻ ചൂടാവുകയാണ് സച്ചി സുധിയോടും ചന്ദ്രയോടും. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, പക്ഷേ അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊന്നും ആരും അന്വേഷിക്കാറില്ല. എല്ലാവരും ആ വീഡിയോ അങ്ങനെ വിശ്വസിക്കും. അങ്കിൾ പറഞ്ഞതൊക്കെ ശരിയാണെന്നൊക്കെ പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ നീ പോയി ആരതി എടുത്തോണ്ട് വാ എന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും, ആരതിയോ, അതെന്തിനാ? സച്ചിയെയും രേവതിയും ആരതി ഒഴിഞ്ഞ് വേണം ഇനി വീട്ടിൽ കയറ്റാനെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, അവരെന്താ വല്ല യുദ്ധവും ജയിച്ചു വരുവാണോ? ആ യുദ്ധം തന്നെ. ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനെ വേണ്ടി ഒറ്റയ്ക്ക് പോരാടി അവൻ്റെ സത്യസന്ധത തെളിയിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവരെ ആരതി ഒഴിഞ്ഞു വേണം സ്വീകരിക്കാൻ. അപ്പോൾ ചന്ദ്ര പറയും, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് പറ്റോ പറ്റില്ലേ എന്നല്ല ഞാൻ ചോദിച്ചത്, പോയി ആരതി എടുത്തോണ്ട് വാ എന്നാ പറഞ്ഞത് കേട്ടോ. ചന്ദ്രപ്പൻ എട്ടും, കാരണം രവീന്ദ്രൻ ചൂടാവുന്നുണ്ടല്ലോ. അപ്പോഴേക്കും നമ്മുടെ സച്ചിയും രേവതിയും ശ്രീകാന്തും കൂടി വരുവാണ് വീട്ടിലോട്ട്. വാതുക്കൽ അങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ ശ്രീകാന്ത് പറയും, സച്ചിയേട്ട എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, വാ അകത്തോട്ട് കയറി വാ രേവതി ചേച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, കയറാൻ വരട്ടെ, അവിടെ തന്നെ നിൽക്കുമെന്ന് പറയുന്നുണ്ടേ. അപ്പോൾ തന്നെ ശ്രീകാന്ത് അച്ഛനോട് പറയുന്നുണ്ട്, എന്താ അച്ഛൻ വീഡിയോ കണ്ടില്ലേ, സച്ചിയേട്ടൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലേ, പിന്നെ എന്താ അവരെ വീട്ടിൽ കയറ്റാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ വന്ന് പറയുന്നുണ്ട്, വീഡിയോ ഞങ്ങൾ എല്ലാവരും കണ്ട് ശ്രീകാന്തി എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ആരതിയായിട്ട് വരുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ശ്രുതി, വർഷേ, ചന്ദ്രേ നിങ്ങൾ 3 പേരും കൂടി ഒന്നിച്ച് ആരതി ഒഴിഞ്ഞ് അവരെ അകത്തോട്ട് കയറ്റാൻ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് അവർ 3 പേരും അനുസരിക്കുന്നുണ്ട്. അവർ 3 പേരും കൂടി പോയിട്ട് സച്ചിയെയും രേവതിയെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുവാണ്. ശ്രുതി നല്ല കലിപ്പിലാണ് ചെയ്യുന്നത്. ശ്രുതിക്ക് ഇഷ്ടമല്ലല്ലോ രേവതിയെന്നും, ശ്രുതി ദേഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാലും രവീന്ദ്രൻ പറഞ്ഞതുകൊണ്ട് തന്നെ ആരതി ഒഴിയുന്നുണ്ട്. അങ്ങനെ ആരതി ഒഴിഞ്ഞ് കഴിഞ്ഞ് ഇവർ അകത്തോട്ട് കയറും. അകത്തോട്ട് കയറിയിട്ട് സച്ചി ഇങ്ങനെ സ്ലോ മോഷനിൽ നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്തോട്ട് നടന്നു വരുവാണ്. രവീന്ദ്രന് എന്ത് പറയണമെന്നറിയില്ല. രവീന്ദ്രൻ സച്ചിയെ ചേർത്ത് പിടിച്ചിട്ട് എന്നിട്ട് പൊട്ടിക്കരയും. എന്നിട്ട് പറയും, എന്നോട് ക്ഷമിക്കടാ മോനെ, എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, അച്ഛൻ എന്തിനാണ് അച്ഛൻ എന്നോട് ക്ഷമ ചോദിക്കുന്നത്, എന്നോട് അങ്ങനെയൊന്നും പറയല്ല അച്ഛ എന്ന് പറഞ്ഞ് സച്ചിയും ഭയങ്കരമായിട്ട് കരയുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ലട മോനെ, ആരൊക്കെ നിന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ വിശ്വസിക്കണമായിരുന്നു. ഞാൻ പോലും നിന്നെ തെറ്റായിട്ടല്ലേടാ കണ്ടത്, എന്നോട് ക്ഷമിക്കടാന്ന് പറയുമ്പോൾ സച്ചി വീണ്ടും പറയും, അച്ഛ അങ്ങനെ പറയല്ലേ. അപ്പോൾ രവീന്ദ്രൻ പറയും, ഇല്ലടാ ഞാൻ നിന്നെ തല്ലാൻ വരെ കൈ പൊക്കിയില്ലേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ എന്നെ തല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്തോ അച്ഛാ, പക്ഷെ മിണ്ടാതെ മാത്രം ഇരിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ വീണ്ടും സോറി മോനെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും എന്നോട് ക്ഷമ ചോദിക്കല്ലേ അച്ഛാന്ന് പറഞ്ഞിട്ട് സച്ചിയും കരയുവാണേ. അങ്ങനെ സച്ചിയും രവീന്ദ്രനും കൂടി ഒന്നിച്ചിരുന്ന് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്.
അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ശരി ഇനി നമുക്ക് ആ പഴയതൊക്കെ മറക്കാട സച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വന്ന് പറയും, അച്ഛാ രേവതി ചേച്ചിയാണ് സച്ചിയുടെ നിരപരാധിത്വം തെളിയിച്ചത്, സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ചത് രേവതി ചേച്ചിയാണ് അച്ഛാ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കറിയാം സച്ചിയുടെ ഭാഗ്യമാണ് രേവതി, സച്ചി അവളുടെ വളർച്ചയിൽ സഹായിക്കും, അവളാണെങ്കിലോ സച്ചിയുടെ അഭിമാനത്തിന് വേണ്ടി പോരാടും, ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നിങ്ങളിനി ജീവിതകാലം മുഴുവൻ എന്നും സന്തോഷത്തോടെ ജീവിക്കണം, എന്നും ഇതുപോലെ സ്നേഹത്തോടെ കരുതലോടെ എന്നും കൂടെ ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അവരെ അനുഗ്രഹിക്കുവാണേ. അപ്പോഴേക്കും ഭയങ്കര ചന്ദ്രയൊക്കെ ഭയങ്കര അസ്വസ്ഥമായിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ തന്നെ രേവതി ഇങ്ങനെ പോകുവാണ് ചന്ദ്രയുടെ അടുത്തോട്ട് 2 ഡയലോഗ് അടിക്കാൻ വേണ്ടിയിട്ട്. രേവതി നല്ല അഭിമാനത്തോടെ തന്നെ ചന്ദ്രയുടെ മുമ്പിൽ നിന്നും പറയുവാണ്, അമ്മേ സച്ചിയേട്ടൻ തെറ്റുകാരനാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാനും അത് വിശ്വസിച്ചു, പക്ഷേ സച്ചിയേട്ടൻ എൻ്റെ അടുത്ത് വന്ന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഇനിയിപ്പോൾ ആരും എന്നെ കള്ളുകുടിയൻ്റെ ഭാര്യ എന്ന് വിളിക്കില്ലല്ലോ അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ കലിപ്പിൽ നോക്കുവേ, ഓ ഇവക്ക് ഇത്ര അഹങ്കാരമോ. എന്നിട്ട് നേരെ രേവതി പോകുന്നത് പിന്നെ ശ്രുതിയോടാണ്. ശ്രുതിയും ചന്ദ്രയാണല്ലോ രേവതി ഇട്ട് ചീത്ത പറഞ്ഞത് അന്നത്തെ സംഭവത്തിൽ. എന്നിട്ട് ശ്രുതിയോട് പോയി പറയാം, ശ്രുതി എൻ്റെ ഭർത്താവിനെ തിരുത്താൻ എനിക്കറിയില്ലായിരിക്കും, പക്ഷേ എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെളിയിക്കാൻ എനിക്ക് സാധിക്കും എന്നൊക്കെ കുറേ ഡയലോഗ് അടിക്കുകയാണ് രേവതി. അപ്പോൾ തന്നെ ചന്ദ്രക്ക് പിടിക്കില്ല അത്. ചന്ദ്ര അപ്പോൾ തന്നെ രേവതിയെ ചീത്ത പറയും, എടി നീ എന്താടി അവളോട് പോയിട്ട് കുറേ ഡയലോഗൊക്കെ അടിക്കുന്നത്, നീ എന്താ ഇവൻ്റെ നിരപരാധിത്വം തെളിയിച്ചപ്പോൾ വലിയ ആളാണെന്നാണോ നിൻ്റെ ഭാവം എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ചീത്ത പറയുവാണേ. അന്നൊരു ദിവസം അവൻ കുടിച്ചില്ല എന്നും പറഞ്ഞ് അവൻ കള്ളുകൂടിയനാകാതിരിക്കത്തില്ലല്ലോ, അവൻ കുടിക്കാറില്ലേ, പിന്നെ എന്താ ഇത് ഇത്ര വലിയ കാര്യമായിട്ട് പൊക്കി നടക്കാൻ. ശ്രുതി വാ മോളെ നമുക്ക് അകത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും വിളിച്ച് ചന്ദ്ര അകത്തോട്ട് പോകുവാണേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛ അമ്മ എന്താ ഇങ്ങനെ, സച്ചിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും പെരുമാറുന്നത് കണ്ടോ. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, പോട്ടേടാ നിൻ്റെ അമ്മ എന്നാ സച്ചിയോട് മര്യാദക്ക് പെരുമാറിയിട്ടുള്ളതെന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ആ സംഭാഷണം അവിടെ അവസാനിക്കുവാണ്. എന്നിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വന്നല്ലേ, പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വാന്ന് പറഞ്ഞിട്ട് ഇവർ പോകുന്നുണ്ട് സച്ചിയൊക്കെ. അപ്പോൾ സച്ചി രേവതി ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ പറയുന്നുണ്ട്, രേവതി ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു, ഇനി നീ അവിടെ എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് എൻ്റെ സച്ചിയേട്ടൻ ഇനി കള്ള് കുടിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സത്യം വല്ലതും ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ പേടിച്ചു എന്ന് പറയുമ്പോഴേക്കും രേവതി ഒറ്റ പിച്ചു കൊടുക്കുക സച്ചിക്കിട്ട്. അപ്പോൾ സച്ചി പറയും, അയ്യോ ഞാനില്ലേ, ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി പോയി പോവാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനിൽ ശരത്ത് നമ്മുടെ ആൻ്റണിയെ കാണാൻ വേണ്ടി വരുവാണ്. ശരത്തിനെ കാണുന്നതും ജയിലിൽ കിടക്കുന്ന ആൻ്റണി പറയുന്നുണ്ട്, ശരത്തെ നീ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം, ആ വീഡിയോ എടുത്തത് ഞാനാണ്, പക്ഷെ അത് നെറ്റിലിട്ടതൊന്നും ഞാനല്ലടാ എന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയും, പിന്നെ അതെങ്ങനെ എല്ലായിടത്തും സ്പ്രെഡായി എന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ആ വീഡിയോ എടുത്തിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരാൻ വേണ്ടി പിടിച്ചതാടാ, പകൽ സമയത്ത് നിൻ്റെ ചേട്ടൻ അളിയൻ എങ്ങനെ മദ്യപിക്കുന്നു എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്, നിന്നെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി. എന്നെ കള്ളുകുടിയെന്ന് വിളിച്ചില്ലേ, നിൻ്റെ അളിയൻ കള്ളുകുടിച്ച് നടക്കുന്നത് കാണിക്കാൻ വേണ്ടി പിടിച്ചതാ, പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ അവൻ ചെയ്ത പണിയാണ്, അവൻ അത് എഡിറ്റ് ചെയ്ത് നെറ്റിലൊക്കെ സ്പ്രെഡാക്കി, നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടാടാ ശരത്ത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടൻ മനഃപൂർവ്വമല്ലല്ലോ, ആടാ ഞാൻ ആ സച്ചി കള്ളു കുടിക്കാൻ വന്നു എന്ന് ഓർത്തിട്ട് എടുത്തതാടാ, പക്ഷേ അതിങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, നിൻ്റെ കൈ തള്ളിയൊടിച്ച ദേഷ്യം എനിക്കിപ്പോഴും അവനോടുണ്ട്, പക്ഷേ നിൻ്റെ ചേച്ചിയെ പറ്റി ആലോചിച്ചിട്ടാണ് ഞാൻ സച്ചിയേട്ടനെ ഒന്നും ചെയ്യാത്തത്, നീ എന്നോട് ക്ഷമിക്കില്ലടാ, നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ പറ, ഞാൻ ജീവിതകാലം മുഴുവൻ ഈ ജയിലിൽ തന്നെ കിടന്നോളാം. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, എനിക്ക് ആൻ്റണി ചേട്ടനോട് ദേഷ്യമൊന്നുമില്ല, എന്നെ കാണിച്ചു തരാൻ വേണ്ടി പിടിച്ചത് ഇങ്ങനെയൊക്കെ ആയിപ്പോയി, പോട്ടെ സാരമില്ല എന്നൊക്കെ പറയുമ്പോൾ ആൻ്റണി ശരത്തിനൊന്ന് സോപ്പിടാൻ വേണ്ടി ട്രാക്ക് മാറ്റി പിടിക്കുവാണ്. എടാ എല്ലാവരും ഇനി ഞാൻ പുറത്തിറങ്ങുന്നത് വരെ ശരത്തിനെ അനുസരിക്കണം, ശരത്തായിരിക്കും ഇനി എൻ്റെ സ്ഥാനത്തിരുന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് സുഹൃത്തുക്കളോടൊക്കെ ആൻ്റണി പറയുവാണേ. പാവ ശരത്ത് ആൻ്റണിയുടെ പഞ്ചാര വാക്കിലൊക്കെ അങ്ങോട്ട് മയങ്ങിപ്പോകുന്നുണ്ട്. ആൻ്റണി അതിനു വേണ്ടി തന്നെയാണ് അത് പറഞ്ഞതും, താൻ തെറ്റുകാരനല്ലെന്ന് ശരത്തിനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അടവായിരുന്നു അത് ശരത്തിന് ആ സ്ഥാനമാറ്റം കൊടുത്തത്. അപ്പോൾ ശരത്തിന് അത് ഭയങ്കര കാര്യമായി, ആൻ്റണി ചേട്ടൻ്റെ സ്ഥാനത്തിന് ഞാനാണല്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര സന്തോഷത്തിൽ ശരത്തും പോകുവാണേ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയും കൂടി ഒരു പുതിയ കാറിൽ വീട്ടിലോട്ട് വന്ന് ഇറങ്ങുന്നതായിട്ടാണ്. എന്നിട്ട് ശ്രുതിയും ഭയങ്കര സന്തോഷത്തിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ പറയും, ശ്രുതി നീ ഇപ്പം അകത്ത് പോയി ആരോടും പറയില്ലേ, നമുക്ക് സച്ച് ചെയ്ത പോലെ തന്നെ എല്ലാവരെയും വിളിച്ച് പുറത്ത് വിളിക്കാം, എന്നിട്ട് ആരുടെ ഒഴിനൊക്കെ നമുക്ക് അകത്ത് കയറാം, നമ്മൾ കാർ മേടിച്ചിരിക്കുകയല്ലേ ശ്രുതി എന്നൊക്കെ ഭയങ്കര സന്തോഷത്തിൽ പറയുവാണ്. എന്നിട്ട് അതുപോലെ തന്നെ ചന്ദ്രയെ വിളിക്കുവാണ് ശ്രുതി. അമ്മേ എവിടെ എന്ത് ചെയ്യുവാന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ എവിടെയാടാ, ഞാനിവിടെ പുറത്തുണ്ടെന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് എന്തിനാ വിളിക്കുന്നത്, ഇങ്ങോട്ടേക്ക് വാന്ന്
പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അമ്മ എളുപ്പം ഒരു ആരതി തട്ടെടുത്തിട്ട് പുറത്തോട്ട് വാന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും ആരതി തട്ടോ അതെന്തിനാടാ? അമ്മേ ഞാൻ പുതിയതായിട്ട് കാർ മേടിച്ചു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവേ. ആണോ? ഞാൻ ഇപ്പം തന്നെ വരാടാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര എളുപ്പം ഫോൺ കട്ട് ചെയ്യുവാണേ. എന്നിട്ട് എല്ലാവരും ഒച്ചത്തി വിളിക്കും വർഷേ, ശ്രീകാന്തേ, എല്ലാവരും വാ, വാ രചിച്ചിട്ടാ വാ, നമുക്കൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും എന്താ ചന്ദ്ര, എന്താ നീ കാര്യം പറ. അത് നമ്മുടെ ശ്രുതി പുതിയ കാർ മേടിച്ചു എന്ന് പറയുവാണ്. അപ്പോൾ സച്ചിയൊക്കെ ഇങ്ങനെ നെട്ടി നിൽക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് കാറ് മേടിച്ചെങ്കിൽ ഇപ്പം എന്തിനാവാൻ ഞങ്ങളെ പുറത്തോട്ട് വിളിക്കുന്നത്, ഞങ്ങളെല്ലാവരും കൂടി ആ കാറ് പോയി തള്ളിക്കൊടുക്കണമെന്ന് പറഞ്ഞ് കളിയാക്കുവാണ് ഈ ചന്ദ്രയെ. അന്ന് സച്ചി കാറ് മേടിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ ചന്ദ്ര പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.